ഈ ചെറിയ ഫ്രൂട്ട്സ് ഇത് കഴിക്കാത്തവരും കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അതെല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. സലാം സാഗറാണ്. ഇതെന്താ സാധനം അറിയാം നിങ്ങൾക്ക്? എന്താണെന്നറിയോ? കാണിച്ചിട്ട് ഞാൻ തിന്ന് കാണിച്ചതാ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പാടത്തും പറമ്പത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇതേപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. ഒരുപാട് ഫ്രൂട്ട്സ്, നാച്ചുറൽ ഫ്രൂട്ട്സ്. ഞങ്ങളിവിടെ എന്താ പറയുക, ഞാറപ്പായം എന്ന് പറയുന്നത്. ഞാറപ്പായം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞാവൽപ്പഴമായിട്ട് ചെറിയൊരു ബന്ധം ഇതിനുണ്ട് കേട്ടോ. കാരണം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിലും വയലറ്റ് കളർ വരും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചില ഭാഗങ്ങൾ, ചില സ്ഥലങ്ങളിൽ ഇതിന് കിളിഞ്ഞാവൽ എന്നൊരു പേര് കൂടിയാണ് കേട്ടോ. പിന്നെ ഇത് ഉള്ള സ്ഥലത്ത് ഭയങ്കര കിളികൾ ഉണ്ടാവില്ല, ഫുൾ ടൈം കിളികളെ കളകളനാഥൊക്കെ ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രൂട്ട്സിനെ തയ്യൊക്കെ വീട്ടിൽ വെക്കുന്നത് നല്ലതല്ലേ, ഫുൾ ടൈം കിളികളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പറയാനുള്ളത്, ഷുഗർ രോഗികൾക്ക് ഈ പഴം അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയും നല്ലൊരു മരുന്നാണെന്ന് കേട്ടത്. കാരണം ഇതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം, അതിന് ഷുഗർ രോഗികൾക്ക് മാത്രമല്ല ബി പി നോർമൽ ആവാനും അത് മതിയല്ലോ. അപ്പോൾ നല്ലൊരു മരുന്നാണിത്. പിന്നെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, ആർക്കും ആണെങ്കിലും കഴിക്കുക. പക്ഷേ ഷുഗർ കുറവുള്ള ആളുകളും അല്ലാതെ ഇത് കഴിക്കണ്ട എന്നുള്ളതാണ്. കാരണം ഷുഗർ കുറഞ്ഞു വരികയാണല്ലോ ചെയ്യേണ്ടത്. പണ്ടേ ചെടിക്ക് അധികം ഹൈറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ കാട്ടിലൊക്കെ കാണുമ്പോൾ അത് പിന്നെ ആരും കൃഷി ചെയ്യണമെന്നല്ല, അവിടെ കാട്ടിലൊക്കെ മുളച്ച് വരുന്ന സംഭവമാണ്. ഇന്നിപ്പോൾ നമുക്ക് പല സ്ഥലത്തു നിന്നും ഇതിൻ്റെ തൈകളൊക്കെ വാങ്ങി കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പഴയ കാലഘട്ടമൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ, ഓർമ്മിച്ചെടുക്കാൻ, ആ നൊസ്റ്റാൾജിക്കൽ ഫീലൊക്കെ കിട്ടാൻ നമ്മളെ വീട്ടിൽ ഇതേപോലെ തൈയൊക്കെ വെക്കാം നമുക്ക്, അല്ലേ?